ഇത് പാലായിലെ തെക്കൻ മല. പണ്ട് വടക്കൻ വീട്ടിൽ കൊച്ചൗസേപ്പും 3 ആൺമക്കളും ഒരു പെൺകുഞ്ഞും ഒരിറ്റു കണ്ണീരവശേഷിപ്പിച്ച് ഈ മല ഇറങ്ങിയത് ഇന്നേ ദിവസമായിരുന്നു. എന്റെ മറിയാമ്മേ, നമ്മുടെ മക്കളെയും കൊണ്ട് ഞാൻ ഈ മല ഇറങ്ങുക. നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനുള്ള മനസ്സുണ്ടായിട്ടല്ല, പോകാതെ പറ്റുകയില്ല. വിശന്ന് കരയുന്ന നമ്മുടെ മക്കൾക്ക് ഈ കൊച്ചൗസേപ്പിന്റെ കണ്ണീര് അന്നമാകുകയല്ലോ, മുടങ്ങാതെ വരും. ഇന്നേ ദിവസം ഞാനും നമ്മുടെ മക്കളും നിന്നെ കാണാൻ എന്റെ കാലം കഴിഞ്ഞ ഇവര് വരും, നമ്മുടെ മക്കള്. പിന്നെ കൊച്ചൗസേപ്പിന്റെ കാലശേഷം ആ ആൺമക്കൾ 3 മുടങ്ങാതെ ഈ മല കയറിയിരുന്നു. കൊച്ചൗസേപ്പിന്റെ കഠിനാധ്വാനവും കണ്ണീരും, പിന്നെ നിങ്ങളെ 3 ആൺമക്കളുടെ ഒത്തൊരുമയും പ്രയത്നവും, അതിൽ നിന്നുണ്ടായ സ്വത്തും സമ്പാദ്യവും സ്വന്തമാക്കാൻ നന്നായി സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കള് അന്യോന്യം കലയിക്കുന്നു. അതും വടക്കം വീട്ടിൽ തറവാട്ടില്. എന്നതാ കുര്യച്ച താനീ പറയുന്നത്? കണ്ടത് സ്വപ്നമാണെങ്കിലും അത് തന്നെ ആവർത്തിച്ച് കണ്ടപ്പോ ഉള്ളിലൊരു പേടി. നാളെ ആ തറവാട്ടുമുറ്റത്ത് കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമായാൽ ആ കല്ലറ കിടക്കുന്ന അപ്പന്റെ അമ്മയുടെ മുന്നിൽ ഞങ്ങൾ ഈ മക്കൾ തോറ്റുപോകു വച്ചോ. എന്റെ അച്ചോ, ഇതായി ചേട്ടായിയുടെ കുഴപ്പം. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ. ഇതാ പണ്ടുള്ള കാരണവന്മാര് പറഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന്. ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞാണ് എൻ്റെ അച്ചോ. ഇനി എന്നെ അന്ന് അച്ഛനങ്ങ് തീരുമാനിച്ചേക്ക്. കളക്ടറും പോലീസും മന്ത്രിയും ഒക്കെയായി നന്നായി ജീവിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് കുടുംബസ്വത്ത് വിധിച്ചു കിട്ടിയിട്ട് വേണ്ടാന്നറിയാമല്ലോ. പക്ഷേ കാലം അത്ര നന്നല്ല. ഇപ്പോഴത്തെ മനുഷ്യർ നെട്ടോട്ട് ഓടുന്നത് സ്നേഹിച്ച് ജീവിക്കാനല്ല, തമ്മിൽ തല്ലാനും തല്ലിക്കാനുമാ. ഞങ്ങൾക്ക് 3 പേർക്കും കത്രീനയ്ക്കും ആ തറവാട്ട് വീടും പിന്നെ ഈ കുടുംബക്കല്ലറയും അത് മതി, ധാരാളം. അപ്പന്റെ കഷ്ടപ്പാടും ഞങ്ങൾ മക്കളുടെ വളർച്ചയെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള അച്ഛനോട് പറഞ്ഞിട്ടാവാമെന്ന് കരുതി. ഇക്കാര്യത്തിൽ കത്രീനയുടെ തീരുമാനം ചോദിച്ചു. ഏതു നേരവും കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുന്ന അവളുടെ ജീവിതം തന്നെ തെറ്റായ ഒരു തീരുമാനത്തിന്റെ ബാക്കിയാണല്ലോ. അവൾക്ക് പിന്നെ പ്രത്യേകിച്ച് കർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നാന്ന് നമ്മൾ മനുഷ്യർക്ക് അറിയില്ലല്ലോ. എന്നതായാലും നല്ല മനസ്സുകൊണ്ടെടുത്തൊരു തീരുമാനമല്ലേ, അതിന് കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. മനസ്സുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചോളാം. വടക്കൻ വീട്ടിൽ തറവാട്. തളിപ്പറമ്പ് ദേശത്ത് 10 ഏക്കർ പുരയിടത്തിലെ കുടുംബ വീട്. 500 ഏക്കർ വിസ്തൃതിയിൽ വടക്കൻ വീട്ടിൽ തറവാട് വക എസ്റ്റേറ്റ്, മറ്റ് കൃഷിയിടങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ, കൂടാതെ VV ബിൽഡേഴ്സ്, ഹോസ്പിറ്റൽ, സ്കൂൾ, ഹോട്ടൽ, തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, VV ട്രാൻസ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിംഗ് എന്നിങ്ങനെ 1500 കോടിയോളം ആസ്തി വരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ. ഞാനീ പറഞ്ഞ 1500 കോടി ഏതാണ്ടൊരു തുകയാ. ഇപ്പോഴത്തെ മതിപ്പ് വില വെച്ച് അതിലേറെ വരും. എത്രയായാലും എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണം, തറവാട് വീടും പുരയിടവും ഒഴിച്ച്. ഇന്നേക്ക് 3-ാം നാൾ അത് നടക്കണം. പുറമേയുള്ള മക്കൾക്കൊക്കെ എത്താൻ അതൊക്കെ ഒരു ആവർത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എത്തിക്കോളും. ഡോക്യുമെന്റ്സ് ഒക്കെ റെഡി ആണല്ലോ. ആ സ്ഥിതിക്ക് ചേട്ടൻ പറഞ്ഞ തീയതിക്ക് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. 3-ാം നാളെന്ന് പറഞ്ഞാൽ 1-ാം തീയതി വെള്ളിയാഴ്ച. നല്ല ദിവസമാണ്, നടക്കട്ടെ. വഴക്കും വക്കാണവും ഇല്ലാതെ വടക്കം വീട്ടിലെ ഭാഗം വെപ്പ് അന്ന് നടക്കട്ടെ. ഇതാണല്ലോ പ്രധാന കാര്യം. എന്തൊരു ഒത്തൊരുമ! ഇതാണ് മാതൃകാ കൂട്ടുകുടുംബം. ഇക്കാലത്തെ ന്യൂക്ലിയർ ഫാമിലികൾ ഈ കൂട്ടായ്മ കണ്ടു പഠിക്കട്ടെ. കറക്റ്റ്. പറഞ്ഞു തീരും മുമ്പേ പറഞ്ഞെത്തി വടക്കൻ വീട്ടിലെ മന്ത്രി വരവിന്റെ പഞ്ച് കീപ്പ് ചെയ്തു. സാർ 11 മണിക്കാണ് പാലത്തിന്റെ ഉദ്ഘാടനം. 11 മണി കഴിഞ്ഞ പാല അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തൊന്നുമില്ലല്ലോ. പറയാൻ പറ്റില്ല സാറേ, നമ്മുടെ വകുപ്പാണ്. വകുപ്പ് കോപ്പ്. ഇടോ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഭാഗം വെപ്പാ. വാ. എല്ലാരും എത്തിയോ? എന്റെ അപ്പ ഒന്നും പറയണ്ട. നമ്മുടെ തളിപ്പറമ്പ് ഇരട്ടി റോഡില്ലേ,
ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തതാ. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം പോയ പാണ്ടിലോറിയുടെ പിറകെ ടാർ ഒട്ടിപ്പോയി കുഴിയായി. ആ കുഴിയിൽ നാട്ടുകാർ വാഴ നട്ടു. അതിന്റെ പേരിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി വി ജോസഫ് കുര്യൻ അഴിമതിക്കാരനാണെന്ന് ചാനലുകാർ പറയും. വടക്കം വീട്ടിലെ മന്ത്രിക്ക് അഴിമതി കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഉമാർക്ക് അറിയത്തില്ലല്ലോ, അല്ലടാ? പിന്നല്ലാതെ. ആ, ഇനി വിശദീകരിച്ച് സമയം കളയണ്ട. വക്കീലേ, ഭാഗപത്രം വായന തുടങ്ങിക്കോ. വക്കീലേ, തുടങ്ങാൻ വരട്ടെ. എന്നതാ കാര്യം? അല്ല, അത് അവൻ എത്തിയിട്ടില്ല. ആര്? കൊച്ചുകുഞ്ഞ്. എത്തിയിട്ടില്ലെന്നോ? ഇന്നലെ രാത്രി തന്നെ അവൻ ഇങ്ങ് എത്തുമെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. അവനെ പ്രസവിച്ച തള്ള കത്രീനെ. അവൻ എന്തിയെ? നിന്റെ സന്തതി ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് വന്നോണ്ടിരിക്കുക, നേരം വെളുക്കുന്നതിന് മുൻപേ ഇങ്ങ് എത്തുന്ന. എന്നിട്ടെന്നാ അവന് മാത്രം ഇതുവരെ നേരം വിളിച്ചില്ലേ? അവൻ എത്തുകയല്ല, ഞാനതൊരു 1000 തവണ പറഞ്ഞതാ. മനുഷ്യനെ ഒരുമാതിരി കൊരം കളിപ്പിക്കുന്ന പണിയാ, അത്രേ ഉള്ളൂ. ഇതൊന്നും അല്ലെന്നേ, മൂക്കറ്റം കള്ളും പോന്തി ഏതവന്റെങ്കിലും പരിയമ്പുറത്ത് കയറി മൂടിപ്പോച്ച് കിടപ്പുണ്ടാവും. അപ്പ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിർത്ത്. എനിക്കിപ്പോ അറിയണം ആ താന്തോന്നി എവിടെ ഉണ്ടെന്ന്. എനിക്കിപ്പോ അറിയണം. തങ്കച്ച, വിളിക്കവനെ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനെ വിളിക്കാൻ. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. ഞാനാന്ന് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്. എന്നാൽ പൊള്ളല്ല പൊന്നെ ഈ ഉള്ള്. അച്ചുവേ, ഞാൻ ഇവിടെയും ഉണ്ട്. ഏതവനാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിളിക്കളിയിലെ ഹീറോ? നമ്മുടെ പാപ്പി. കാപ്പിയോ? കാപ്പിയല്ല, അപ്പക്കാട്ടിൽ പാപ്പി. എന്നതാടാ പാപ്പി, വാഴക്കൂമ്പിന്റെ മൂപ്പോലും ഇല്ലാത്ത നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്? അപ്പക്കാട്ടിലെ കാർന്നോന്മാരൊക്കെ സ്വന്തം ഡിസ്റ്റിലറിയിലെ വാറ്റടിച്ച് കണ്ണും കാതും പോയി കിടപ്പായോ? അതല്ലെങ്കിലും പണ്ടും അങ്ങനെയാണല്ലോ ഫ്ലാഷ് ബാക്ക്. എന്റെ വല്യപ്പൻ നേരും നെറിയുള്ള കള്ളു കച്ചവടക്കാരനായി നിവർന്നു നിന്ന സമയത്ത് അപ്പക്കാട്ടിലെ ഇവന്റെ അപ്പന്മാര് ആ ഡിസ്റ്റിലറിയിൽ നഞ്ച് കലർത്തി 10-40 എണ്ണത്തിനെ കിടപ്പിലാക്കി തുടങ്ങിയതാ ഈ ബിസിനസ്. അങ്ങനെയുള്ള അപ്പക്കാട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഇവനെങ്ങനെയാണ് ഹീറോ ആകുന്നത്? ഇവൻ വില്ലനല്ലേ, വില്ലൻ. അന്ന് നിന്റെ വലിയ തന്തയുടെ ഒസ്യത്ത് പ്രകാരം നിർത്തിയതല്ലടാ നിന്റെ കാരണവന്മാർ ഈ കച്ചവടം. പിന്നെ എന്നാത്തിനാടാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടാ, അത് കാരണവന്മാര്. ഇത് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞും മരിച്ചുപോയ എന്റെ വല്യപ്പൻ കൊച്ചൗസേപ്പൻ തമ്മിലുള്ള ഡയറക്റ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്റെ സാറന്മാരെ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുകയല്ല. പക്ഷെ ഇന്ന് രാവിലെ ദൂരദർശനിലെ സുപ്രഭാതം പരിപാടിയിൽ വടക്കൻ വീട്ടിൽ കൊച്ചൗസേപ്പ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, മോനെ കൊച്ചുകുഞ്ഞ്, നീ റേഞ്ച് വിട്ടേക്കല്ലടാ, വിട്ടാ നിന്റെ വല്യപ്പൻ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും. മൂക്കറ്റം കള്ളം വലിച്ചു കയറ്റി വന്നിട്ട് ഇവിടെ കിടന്ന് തമാശിക്കല്ലേ, ഇത് ലേലം വിളിയാ. എന്റെ പൊന്നെ പാപ്പി, നീ ഇവിടുന്ന് വിളിച്ചെടുക്കാൻ പോകുന്നത് പാൽപ്പായസമൊന്നും അല്ലല്ലോ, നല്ല 1-ാം തരം കള്ള് തന്നെയല്ലേ. അതുകൊണ്ടാണ് കൊച്ചുന്ന് രാവിലെ 2 എണ്ണം കീറിയേച്ച് കയറി വന്നത്. എന്നാലേ വിളിക്കാൻ ഒരു ഹരം വരുതുള്ളടാ. എടാ അച്ഛേ, ഈ നിൽക്കുന്ന കുഞ്ഞു പാപ്പി എന്തോരം വിളിച്ചടാ? 2 എന്ന് വെച്ചാ 2 കോടി. അത് കൊള്ളാലോടാ. എന്നാ പിന്നെ വടക്കൻ വീട്ടിൽ കൊച്ചുവിന്റെ വക ഇരിക്കട്ടെ ഒരു 2.5 എന്ന് വെച്ചാ 2,50,00,000. എന്നാ പറ്റി? ഓട്ടമുക്കാരനക്ക് ഗതിയില്ലാതെ മൂക്കറ്റം കള്ളും കയറ്റി തേരാപ്പാരാ നടക്കണ നിന്റെ കയ്യിൽ എവിടുന്നാടാ ഈ 2.5 കോലി? മോനെ പന്നപ്പി, കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടില്ല.
ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു വെക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. വിടുവായത്തം പറഞ്ഞു വെക്കാതെ കേറ്റി വിളിയടാ. 3. എന്നതാ? 3 കോടി. ഹാ, അത് ശരി. എന്നാ പിന്നെ ഇനി വേറെ ഒന്നും നോക്കാനില്ല. 5. ഓഫീസർക്ക് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. 5 കോടി, ഐ മീൻ 5 കോട്സ്. എടാ അച്ചു, 5-നൊരു പഞ്ച് പോരല്ലോടാ. അയ്യോ പാവം, എന്നാൽ കേട്ട് വിളിച്ചോട്ടെ കൊച്ചുകുഞ്ഞ്. 5 കോടി 50 പൈസ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നാ പറയുന്നടാ പാപ്പി? അതെന്നാ പോക്കടാ കോപ്പേ. ഈ കൊച്ചുകുഞ്ഞിനോട് ജയിക്കാൻ ഒരു 50 പൈസ ഇല്ലേ നിന്റെ അപ്പന്റെ കാട്ടില്? ആണാണെ കേറ്റി വിളിയടാ. 5 കോടി 100 പൈസന്ന്. അതല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കും. നിന്റെ അപ്പൻ അപ്പക്കാട്ടിൽ കുട്ടപ്പന്റെ അപ്പൻ കറിയാച്ചന്റെ അപ്പന് വിളിക്കും. പോടാ. സൈലൻസ്. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് 5 കോടി 50 പൈസ. 1 വട്ടം, 2 വട്ടം, 3 വട്ടം. എടാ ഫിലിപ്പോസേ, എന്നാ 50 പൈസ. ബാക്കി 5 കോടി നീ അങ്ങിട്ടേക്ക്.